അധികം വൈകാതെ നിനക്ക് ജോലി കയറാന്നാ മൂന്നം പറഞ്ഞത്. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഞാൻ കാരണം ഗിരിയേട്ടന് അമ്മയുടെ കുറെ വഴക്ക് കേൾക്കേണ്ടി വന്നില്ലേ? അതൊന്നും നീ കാര്യമൊക്കെ നിൽക്കണ്ട. അമ്മയ്ക്ക് നിന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷേ അമ്മയ്ക്ക് ദേഷ്യം തോന്നാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നീ നിന്റെ ജോലിക്ക് വയ്ക്കും. ആ, അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞതിന്റെ സന്തോഷവും കിട്ടും. അതില് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ആ ആ പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിന്നെ കേസിൽ കുടുക്കിയത് ശാലിനിയാണ്. നിനക്കത് നേരത്തെ അറിയായിരുന്നല്ലേ? ഞാൻ ഊഹിച്ചിരുന്നു. എനിക്ക് ഗോപാൽജിയോടുള്ള കടപ്പാടുകൊണ്ട് ഞാൻ മോനായിക്കൊണ്ട് ശാലിനിയുടെ പേര് പറയിക്കാത്തത്. എന്ന് കരുതി അവൾക്കെതിരെ നിനക്ക് കേസ് കൊടുക്കണമെങ്കിൽ ഞാൻ തടയില്ല കേട്ടോ. എനിക്ക് ശാലിനിക്കെതിരെ കേസ് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അവളുടെ ഭാഗത്തൊന്നും എനിക്കോ മഹിമയ്ക്കോ ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന മതി. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ എനിക്കൊരു പരാതിയില്ല. പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീരട്ടെ. നിനക്ക് ശാലിനിയോട് ദേഷ്യം തോന്നില്ലേ? അച്ഛനായിട്ട് എനിക്ക് തന്ന ജോലി കളയാൻ അവൾ ശ്രമിച്ചു. മഹിമയെ നടു റോഡിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഒരു നാണമില്ലാതെ എന്റെ ഭർത്താവിന്റെ പുറകെ കൂടിയിരിക്കുന്നു. അവളോട് എനിക്ക് ദേഷ്യം തോന്നാതിരിക്കൂ. പക്ഷേ അവൾക്കെതിരെ ഞാൻ പരാതി കൊടുത്ത ഗോപാൽജിയുടെ മുന്നില് ഗിരിയേട്ടൻ തല താഴ്ത്തേണ്ടി വരുമെന്ന് എനിക്കറിയാം. എന്റെ വാശിക്ക് വേണ്ടി ഗിരിയേട്ടൻ ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ട അവസ്ഥ ഉണ്ടാവരുത്. പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്ന ഗിരിയേട്ടൻ എനിക്ക് ജോലി തിരിച്ചു കിട്ടാൻ ഇത്രയും പാടുപെട്ടല്ലോ. എനിക്കത് മതി. ഗിരിയേട്ടൻ യൂണിഫോമിനോടുള്ള എന്റെ സ്നേഹത്തെ ബഹുമാനിച്ചതുകൊണ്ട് ഗിരിയേട്ടന് ഗോപാൽജിയോടുള്ള സ്നേഹത്തെ ഞാനും ബഹുമാനിക്കുന്നു. താങ്ക്സ്. വരുന്നമ്മേ. ശാലിനി മോളെ, എന്നെ വിളിക്കണ്ട, ഞാൻ മരിക്കാൻ പോവാ. അയ്യോ മോളെ, നീ മണ്ടത്തിനൊന്നും കാണിക്കില്ലേ? വാതിൽ തുറക്ക് മോളെ. മോളെ ശാലിനി, ചാച്ചു പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നീ വാതിൽ തുറക്ക്. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് മതിയായി. മോളെ വാതിൽ തുറക്ക്. ശാലിനി മോളെ, നീ അബദ്ധമൊന്നും കാണിക്കില്ലേ? ചാച്ചു പറയുന്നത് കേക്ക്. മോളെ, എന്താ ഇവിടെ ബഹളം? ശാലിനി ആത്മഹത്യക്ക് ശ്രമിക്കാടാ. നീ ഒന്ന് വാതിൽ ചവിട്ടി പൊളിക്കേ. എന്തിനാ ചാച്ചു? അവള് മനസ്സമാനത്തോടെ ചാവട്ടെ. ശാലിനി മോളെ, അവളിപ്പോ ആത്മഹത്യ ചെയ്താലേ നാട്ടിലെല്ലാവരും അവളൊരു പേടിത്തൊണ്ടിയാണെന്ന് മനസ്സിലാക്കും. മാത്രമല്ല, അവള് പോയാലേ ഡാഡിയുടെ സ്വത്ത് മുഴുവൻ എനിക്ക് മാത്രമായിട്ട് കിട്ടും. അതുകൊണ്ടേ മോളെ, നീ ചാച്ചു പറയുന്ന കേക്കണ്ട. ആത്മഹത്യ ചെയ്തോ. വെറുതെ കൊതിപ്പിച്ചതാണല്ലേ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ പേടിത്തൊണ്ടിയല്ല. തോറ്റോടാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പൊരുതും. എനിക്കെതിരെ തിരിഞ്ഞവരെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്നെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലടി. നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കാൻ നിൽക്കണ്ട. നിന്നെ കൊച്ചാക്കിയവരോടൊക്കെ നമുക്ക് കണക്ക് ചോദിക്കാം. ആരെയും വെറുതെ വിടണ്ട.